ഇപ്പോൾ ഇതിനകത്ത് കാണിക്കുന്നത് എൻജിൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. എൻജിനിൽ നിന്നും ബാറ്ററി ചാർജ് ആയിക്കൊണ്ട് ഇപ്പോൾ ബാറ്ററിയിൽ ഒരു കട്ടയാണുള്ളൂ. അപ്പോൾ ഇതിനകത്ത് മിനിമം 2 കട്ടയെങ്കിലും വേണം. അപ്പോൾ ഒരു കട്ട ആയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എൻജിൻ സ്റ്റാർട്ടായിട്ട് ചാർജ് ആവുകയാണ് ചെയ്യുന്നത്. ഓട്ടോ ടെക്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് മാരുതിയുടെ പുതിയ ഗ്രാൻഡ് വിറ്റാര സ്ട്രോങ് ഹൈബ്രിഡ് വാഹനത്തിൻ്റെ ഉൾവശത്ത് വരുന്ന കുറച്ച് സെറ്റിങ്ങുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. വാഹനം എങ്ങനെയാണ് ഓടിക്കുന്നത്, വാഹനം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ വീഡിയോ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളൂ. തുടർന്ന് വരുന്ന വീഡിയോകളിലായിരിക്കും കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ടെക്നിക്കലായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എല്ലാവരും വീഡിയോ മറക്കാതെ കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ മാരുതിയുടെ സ്ട്രോങ് ഹൈബ്രിഡായ ഗ്രാൻഡ് വിറ്റാരയിലാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് കയറി കഴിഞ്ഞാൽ ഒരു പുഷ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. സ്റ്റാർട്ടിങ്ങിന് ഒരു ബ്ലൂ കളറിലാണ് വരുന്നത്. ഹൈബ്രിഡ് മോഡലായ കാരണത്താലാണ് അങ്ങനെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾ ഞെക്കി വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബ്രേക്ക് പെഡൽ അതുപോലെ ഇത് പ്രസ് ചെയ്യാനൊക്കെ ആയിട്ട് പറഞ്ഞിട്ട് കാണിക്കും. ഇപ്പോൾ നമ്മൾ ACC മോഡാണ് കാണിച്ചിരിക്കുന്നത്. നമ്മൾ ഒന്നുകൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇഗ്നീഷൻ ഓണാവും. ഇഗ്നീഷൻ ഓൺ ആയി കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ് വരിക. വണ്ടി സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ചവിട്ടിയിട്ട് ഒന്നുകൂടി പുഷ് സ്വിച്ച് പ്രസ് ചെയ്യാനാണ് പറയുന്നത്. ഇപ്പോൾ ഇഗ്നീഷൻ ഓൺ മോഡാണ് കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് 4 സൈഡിലായിട്ട് ചാർജിങ്ങിൻ്റെ ഒരു ബ്ലൂ കളറിൽ കാണിച്ചിട്ടുണ്ട്. എക്കോ മോഡ്, പവർ മോഡ്, അപ്പോൾ അതിൻ്റെ ആ ഒരു ലൈനുകൾ കാണിച്ചിട്ടുണ്ട്. റൈറ്റ് സൈഡിലായിട്ട് ഫ്യൂൽ ടാങ്കിൻ്റെ ലെവലാണ് കാണിച്ചിരിക്കുന്നത്, നമ്മുടെ പെട്രോളിൻ്റെ ലെവൽ. മുകളിലായിട്ട് ടെമ്പറേച്ചറിൻ്റെ മീറ്റർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സൈഡിലായിട്ട് എൻജിൻ്റെ വാർണിംഗ് ലൈറ്റ്, ഫ്യൂവൽ, പവർ സ്റ്റിയറിംഗ്, ബാറ്ററി, അതുപോലെ ഓയിൽ, അതുപോലെ മുകളിലായിട്ട് ബ്രേക്ക് ഫ്ലൂയിഡ്, ഹാൻഡ് ബ്രേക്ക് അതിൻ്റെ കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലായിട്ട് സീറ്റ് ബെൽറ്റിൻ്റെ വാർണിംഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് മുകളിൽ കാണിച്ചിരിക്കുന്നത് P എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത് നമ്മുടെ ഗിയർ ലിവറിൻ്റെ കണ്ടീഷനാണ്. ഗിയർ ലിവർ ഇപ്പോൾ Pയിലാണ് കിടക്കുന്നത്. നമ്മളത് ഇപ്പോൾ Rലേക്ക് ഇട്ടു. ഉണ്ടോ, N, D, B ഇങ്ങനെ ആണ് ഇതിൻ്റെ ഗിയർ ലിവറിൻ്റെ ഇത് വരുന്നത്. ഇവിടെ സ്പീഡാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നമ്മൾ ബ്രേക്ക് ചവിട്ടിയിട്ടുണ്ട്. ഇനി പുഷ് സ്വിച്ചിൽ പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് മുകളിലായിട്ട് ഒരു കാറിൻ്റെ പടം വന്നിട്ട് റെഡി കാണിച്ചിട്ടുണ്ട്. അതുപോലെ EV എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മുടെ വാഹനം ഡ്രൈവ് ചെയ്യാൻ റെഡിയാണ് എന്നുള്ളതാണ്. നമ്മൾ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ടാക്കുന്ന സമയത്ത്, അതായത് ഇതുപോലെ വന്നു കഴിഞ്ഞാൽ എൻജിൻ സ്റ്റാർട്ടിങ് ആയിരിക്കില്ല. നമ്മുടെ വാഹനം ഇലക്ട്രിക്കായിട്ടായിരിക്കും മൂവ് ആവുക. ബാറ്ററിയിൽ നിന്നുള്ള പവർ ഉപയോഗിച്ചിട്ടായിരിക്കും അത് മൂവ് ആവുന്നത്. ഇപ്പോൾ എൻജിൻ സ്റ്റാർട്ടാവുന്നത് ഓട്ടോമാറ്റിക്കായിട്ടായിരിക്കും. നമ്മുടെ കൺട്രോളിലല്ല എൻജിൻ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. അതായത് ബാറ്ററിയുടെ ചാർജ് കുറയുന്നതനുസരിച്ച് മാത്രമേ അത് സ്റ്റാർട്ടാവുള്ളൂ. അതുപോലെ തന്നെ എപ്പോഴൊക്കെ അഡീഷണലായിട്ട് നമ്മളിപ്പോൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ ഈ പറയുന്ന നമ്മൾ സഡനായിട്ട് ആക്സലേറ്റർ കൊടുക്കുമ്പോൾ, അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ഈ പറയുന്ന എൻജിൻ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റാർട്ടാവും. അതുപോലെ ബാറ്ററിയുടെ പവർ കുറയുമ്പോഴും എൻജിൻ സ്റ്റാർട്ടാവും. അല്ലാതെ നമ്മൾ സാധാരണ വണ്ടി പോലെ, വാഹനം പോലെ നമ്മൾ പുഷ് സ്വിച്ചിൽ ഞെക്കി കഴിഞ്ഞാൽ എൻജിൻ ഡയറക്റ്റ് സ്റ്റാർട്ടാവത്തില്ല. അപ്പോൾ നമ്മളിപ്പോൾ P മോഡിലാണ് കിടക്കുന്നത്. ഡ്രൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാണ് ഇതിൻ്റെ ഗിയർ ലിവർ എന്ന് പറഞ്ഞത്. ഇതിൻ്റെ നമ്മൾ ബ്രേക്ക് ചവിട്ടുക. ഇതിനെ Rലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇതിപ്പോൾ റിവേഴ്സ് ആയിരിക്കും. ഇത് ന്യൂട്രൽ, D, B. അപ്പോൾ റിവേഴ്സ് നമുക്കറിയാം, റിവേഴ്സിലേക്ക് പോകാനാണ്. ഇത് ന്യൂട്രലാണ്. D എന്ന് വെച്ചാൽ ഡ്രൈവാണ്. ഡ്രൈവ് എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ ഗിയറുകളും ഷിഫ്റ്റായിട്ട് വാഹനം മൂവ് ആവും. ഇനി ഇതിൻ്റെ അകത്ത് പിന്നെ കൊടുത്തിരിക്കുന്നത് B എന്ന് പറഞ്ഞ് ബ്രേക്ക് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ പറയുന്ന കണ്ടിന്യൂസ് ആയിട്ട് ഇറക്കമൊക്കെ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ഈ ഒരു B മോഡിൽ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ, B മോഡിലേക്ക് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാഹനത്തിനുള്ളിലുള്ള ബാറ്ററി പെട്ടെന്ന് ചാർജ് ആവും. അതായത് നമ്മുടെ ലിഥിയം അയൺ ബാറ്ററി പെട്ടെന്ന് ചാർജ് ആവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു മോഡ് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ വാഹനത്തിൻ്റെ ഡ്രൈവിംഗ് കണ്ടീഷൻ നമുക്കറിയാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നതാണ്. ഇതൊക്കെ വാഹനം ഓടിക്കുന്ന പോലെ തന്നെ ഫ്യൂവൽ ആവറേജ് എക്കണോമി ഇതൊക്കെ കാണിക്കുന്നത്. അതുപോലെ കിലോമീറ്റർ പെർ ലിറ്റർ നമ്മൾ ഫ്യൂവൽ എക്കണോമി ഹിസ്റ്ററി കാണിക്കും. ഇതിപ്പോൾ നമ്മളിപ്പോൾ വാഹനം ഇപ്പോൾ EV മോഡിൽ കിടക്കുകയാണെന്ന് കുറച്ച് നേരമായിട്ട്. അപ്പോൾ വണ്ടി മൂവ് ചെയ്യിച്ചിട്ടുണ്ടായില്ല. ബാറ്ററിയുടെ ചാർജ് കുറഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പോൾ എൻജിൻ സ്റ്റാർട്ടായി. എൻജിൻ സ്റ്റാർട്ടായിട്ട് എൻജിനിൽ നിന്നും ബാറ്ററിയിലേക്ക് ചാർജ് ചെയ്യുന്നതാണ് ഇപ്പോൾ കാണിക്കുന്നത്. നമുക്ക് ഈ സെയിം തന്നെ നമ്മുടെ
സ്റ്റീരിയോയിലും ഇത് നമുക്ക് കാണാനായിട്ട് പറ്റും. കാണാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ ഇത് എഞ്ചിനാണ്, ഇത് ഇതിൻ്റെ മോട്ടറാണ്, ഇത് ബാറ്ററിയാണ്. ഈ ബാറ്ററി നമ്മുടെ വാഹനത്തിൻ്റെ ഡിക്കിയിലാണ് വന്ന് വരുന്നത്. ഇത് വീലുകളാണ്. ഇപ്പോൾ ഇതിനകത്ത് കാണിക്കുന്നത് എഞ്ചിൻ സ്റ്റാർട്ടായിട്ടുണ്ട്. എഞ്ചിനിൽ നിന്നും ബാറ്ററി ചാർജ് ആയിക്കൊണ്ട്, ഇപ്പോൾ ബാറ്ററിയിൽ ഒരു കട്ടയാണുള്ളൂ. അപ്പോൾ ഇതിനകത്ത് മിനിമം 2 കട്ടയെങ്കിലും വേണം. അപ്പോൾ ഒരു കട്ട ആയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എഞ്ചിൻ സ്റ്റാർട്ടായിട്ട് ചാർജ് ആവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് ചാർജായി, ഇത് പെട്ടെന്ന് ചാർജ് ആവും. അതിൻ്റെ ലിഥിയം അയൺ ബാറ്ററി പെട്ടെന്ന് ചാർജ് ആവും, നമുക്ക് ഒത്തിരി ഡിലേ ഒന്നുമില്ല. ഇപ്പോൾ വാഹനം ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റോപ്പ് ആയിട്ടുണ്ട്, 2 കട്ട വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് എൻജിൻ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാവും. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് സ്വിച്ചുകൾ കൊടുത്തിട്ടുണ്ട് നടുക്കായിട്ട്. ഇത് രണ്ടും നമ്മുടെ സീറ്റ് വെൻറ്റിലേഷൻ്റെയാണ്. ഇത് പാസഞ്ചർ സൈഡ്, ഇത് ഡ്രൈവർ സൈഡ്. EV മോഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് EV മോഡിൽ ഓടിക്കാൻ വേണ്ടിയിട്ടാണ് അത് EV മോഡ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. EV നമ്മൾ വാഹനത്തിൽ റോഡിൽ കൂടെ ഓടുന്ന സമയത്ത് മാത്രമേ നമുക്ക് EV കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ ഡ്രൈവ് മോഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഡ്രൈവ് മോഡ് എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് നമുക്ക് ക്ലസ്റ്ററിൽ കാണാനായിട്ട് പറ്റും. പവർ മോഡ് എന്ന് വെച്ചാൽ നമുക്ക് ടോർക്ക് കൂടുതലായിരിക്കും സമയത്ത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആ സമയത്ത് എന്തായിരിക്കും, മൈലേജ് കുറവായിരിക്കും. അപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേയിൽ നോക്കിയാൽ കാണാൻ ഒരു റെഡ് കളറായിട്ടുണ്ട് ഡിസ്പ്ലേ. ഇനി നമ്മൾ എക്കോ മോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബ്ലൂ കളറാണ് വരുന്നത്. എക്കോ മോഡ് എന്ന് വെച്ചാൽ നമുക്ക് മൈലേജിനായിരിക്കും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത്, ടോർക്ക് കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് 2 മോഡുകളുണ്ട്, പവർ, എക്കോ. ഈ വാഹനത്തിൻ്റെ AC വർക്ക് ചെയ്യുന്നത് ഇലക്ട്രിക് ആയിട്ടാണ്. നമ്മുടെ എഞ്ചിനിൽ നിന്നും ഡ്രൈവ് ഈ വാഹനത്തിനില്ല. ഇലക്ട്രിക് മോട്ടോർ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇഗ്നിഷൻ ഓൺ ചെയ്ത് AC ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി AC ഓൺ ആവും, എഞ്ചിൻ സ്റ്റാർട്ടാവില്ല. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒന്നെങ്കിൽ നമ്മളത് P മോഡിലോ അല്ലെങ്കിൽ ഡ്രൈവ് മോഡിലോ ആണ് AC യൂസ് ചെയ്യാവുള്ളൂ. നമ്മൾ ഒരിക്കലും ന്യൂട്രൽ മോഡിൽ ഇട്ടിട്ട് AC യൂസ് ചെയ്ത്, കാരണം എന്ന് വെച്ചാൽ ന്യൂട്രൽ മോഡിലിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലിഥിയം അയൺ ബാറ്ററിയിൽ ചാർജ് കുറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിൻ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ആവത്തില്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ബാറ്ററി ഫുള്ളി ഡൗൺ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ P മോഡിൽ, അതായത് പാർക്ക് മോഡിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ചാർജ് കുറഞ്ഞു കഴിഞ്ഞാൽ, ലിഥിയം അയൺ ബാറ്ററിയുടെ ചാർജ് കുറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിൻ ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റാർട്ടാവും. N മോഡിലാണെന്നുണ്ടെങ്കിൽ അത് ഉണ്ടാവില്ല നമുക്ക്, അല്ലെങ്കിൽ പിന്നെ D മോഡിൽ, ഡ്രൈവ് മോഡിൽ ആണ് അത് പിന്നെ കിട്ടുകയുള്ളൂ. അപ്പോൾ അതാണ് ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലുള്ള AC കംപ്രസർ ഇലക്ട്രിക്കാണ്. അതുപോലെ ബ്രേക്കിങ്ങിന് നമുക്കിത് ഇലക്ട്രിക്കാണ്. ഇതിൻ്റെ അകത്തൊരു മോട്ടോർ വെച്ചിട്ടുള്ള, ഫ്ലൂയിഡ് വെച്ചിട്ടുള്ള അസിസ്റ്റൻസ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തുള്ള വാട്ടർ പമ്പുകൾ ഇലക്ട്രിക്കാണ് വരുന്നത്. അപ്പോൾ ഒട്ടുമിക്ക എല്ലാ ഐറ്റംസും ഇതിൻ്റെ അകത്ത് ഇലക്ട്രിക്കായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് ലിഥിയം അയൺ ബാറ്ററിയിൽ നിന്നുള്ള പവർ വെച്ചിട്ടാണ് അത് വർക്ക് ചെയ്യുന്നുണ്ടാവുക. അതുപോലെ ഇതിൻ്റെ ഇൻസ്ട്രുമെൻ്റ്, ക്ലസ്റ്ററിൻ്റെ കൺട്രോളിങ്സ് എല്ലാം വരുന്നത് സ്റ്റിയറിംഗ് വീലാണ്. നമ്മുടെ പഴയ വാഹനത്തിനകത്ത് നമുക്ക് സെപ്പറേറ്റ് സ്വിച്ചുകളൊന്നുമില്ല, അതായത് ഡിസ്പ്ലേയിൽ സ്വിച്ചുകളൊന്നുമില്ല. നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോളിലാണ് അതിന് സ്വിച്ച് വരുന്നത്. നമ്മുടെ പഴയ വാഹനങ്ങളിലെ വോളിയം കൺട്രോൾ വരുന്ന ഒരു സൈഡാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അനുസരിച്ച് ചേഞ്ച് ആവും. നമ്മളിതിൽ പ്രസ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഡിസ്പ്ലേയിൽ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഇത് സ്റ്റീരിയോയുടെ വോളിയം കൂട്ടാനും കുറയ്ക്കാനുള്ളതാണ്. ഇത് മ്യൂട്ട് ബട്ടണാണ്. ഇത് ഇതുപോലെ തന്നെ ഡിസ്പ്ലേയുടെ സെറ്റിങ്സുകൾ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ എങ്ങനെ ചെയ്യണമെന്നുള്ള വീഡിയോ ഞാൻ വേറെ ഒരെണ്ണം ചെയ്യുന്നതായിരിക്കും, ഡിസ്പ്ലേ സെറ്റിങ്സുകൾ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. അതുപോലെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ക്രൂയിസ് കൺട്രോളിൻ്റെ സ്വിച്ചുകളാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് സ്റ്റീരിയോയുടെ മോഡ് സെലക്ട് ചെയ്യാനാണ്, FM, അതുപോലെ തന്നെ USB അതൊക്കെ സെലക്ട് ചെയ്യാനാണ്. ഇത് നെക്സ്റ്റ് ഒക്കെ അടിക്കാനുള്ള ബട്ടണാണ്. അപ്പോൾ ആ സ്വിച്ചുകൾ സാധാരണ സ്റ്റീരിയോയുടെ എല്ലാം ഈ സൈഡിലാണ് വന്നുകൊണ്ടിരുന്നത്. കുറച്ച് സ്വിച്ചുകൾ റൈറ്റ് സൈഡിലേക്ക് ചേഞ്ച് ആയിട്ടുണ്ട്. ഇപ്പോൾ വാഹനം മൂവ് ചെയ്യാതെ നമ്മളിപ്പോൾ AC കിട്ടി കുറച്ച് നേരം ഇരുന്നു, അത് കഴിഞ്ഞപ്പോൾ ബാറ്ററിയുടെ ചാർജ് കുറഞ്ഞു. അപ്പോൾ വാഹനം P മോഡിലാണ് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എഞ്ചിൻ ഓട്ടോമാറ്റിക് വീണ്ടും സ്റ്റാർട്ടായിട്ട് ചാർജിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. സ്ട്രോങ് ഹൈബ്രിഡ് വാഹനത്തിൻ്റെ അത്യാവശ്യ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ പറഞ്ഞുള്ളൂ. ടൈം കൂടുതലായ കാരണത്താൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളൂ. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് ഉണ്ടാകുന്നതാണ്. കൂടുതൽ നമ്മുടെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ കൂടുതൽ അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ തുടർന്നുള്ള വീഡിയോകളും മറക്കാതെ കാണുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.